ബി ജെ പിയുടെ നേതാവ് ശ്രീ പി കെ കൃഷ്ണദാസ് നടത്തിയ ഒരു പ്രസ്താവന കാണാനിടയായി. ഇപ്പോൾ ഇലക്ഷന് ഇപ്പോൾ ഈ അടുത്ത അതായത് ഏപ്രിൽ 9 വരെ ഉള്ളൂ കാര്യം. അത് കഴിഞ്ഞ് മെയ് 4 റിസൾട്ടും അറിയും. അപ്പോൾ അത് കഴിഞ്ഞാലും ഇവിടെ നമുക്ക് അതുവരെ എന്ത് തോന്നിവാസം വിളിച്ചു പറയാമെന്നുള്ളതാണ്. കാരണം ഇത് കഴിഞ്ഞാലും മുഖത്തോട് മുഖം നോക്കേണ്ടതല്ലേ ഇവിടുത്തെ ജനങ്ങൾ. ഈ നേതാക്കൾ ആ രീതിയിൽ ചിന്തിക്കണ്ടേ? അപ്പോൾ അയാളുടെ പ്രസ്താവന എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. കാരണം ഇവിടെ അതായത് യു ഡി എഫിന് മുസ്ലിം ലീഗ് യു ഡി എഫിലുണ്ട്. അതുകൂടാതെ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുക്കുന്നുണ്ട്, അവരത് സ്വീകരിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുണ്ട്, അവർ സ്വീകരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൽ ഡി എഫിന് SDP-യുടെ പിന്തുണ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ആര് ഭരിച്ചാലും ഇവിടെ ഇപ്പോൾ LDF ആയാലും UDF ആയാലും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാകും. അതായത് എല്ലാ ഏജൻസികളും CBI ഉൾപ്പെടെയുള്ള ഏജൻസികളൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു സാധനമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരെണ്ണം ഇവിടെ ഇല്ലെന്ന്. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് അതെടുത്ത് വെച്ച് അങ്ങ് പ്രയോഗിക്കാൻ നോക്കി ഇയാൾ. അതായത് ഇവർ UDF ജയിച്ചാലും LDF ജയിച്ചാലും ഇവിടെ ഈ മുസ്ലിങ്ങൾക്ക് അതിനകത്ത് ഇത് വളരെ ഒരു ഡിസസീവായിട്ടുള്ള ഒരു ഫാക്ടറായി മാറുന്നത് കാരണം ലവ് ജിഹാദ് ഉണ്ടാകും. ലവ് ജിഹാദ് മൂലം നമ്മുടെ നിരപരാധികളായ പെൺകുട്ടികൾ, അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പോഴേ അവരുടെ കൂടെ പോവും എന്നുള്ളതാണ് ഇയാൾ വിളിച്ചു പറയുന്നത്. ഇതുപോലെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശം വേറെ ഉണ്ടോ? ഈ ലവ് ജിഹാദ് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവരെ ആക്ഷേപിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ ഹിന്ദു പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കും യാതൊരു മൊറാലിറ്റി ഇല്ലെന്നുള്ളതാണോ ഇയാൾ പറയുന്നത്? അവരെ ഒരു മുസ്ലിമിനെ ചെറുപ്പക്കാരനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവൻ്റെ പുറകെ അങ്ങ് പോവുമോ? അത്രത്തോളം ലൈംഗിക അരാജകത്വം അനുഭവിക്കുന്നവരാണോ ഇവർ? ഇതല്ലേ അയാൾ വിളിച്ചു പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഇത് ഇവിടെ ഇല്ലാതിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതില്ലാന്ന് എല്ലാവരും കണ്ടതുമാണ്. പരസ്പരം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഏത് മതത്തിൽപ്പെട്ടവരും പോവും. എത്രയോ മുസ്ലിം പെൺകുട്ടികളെ മറ്റ് ജാതികളിലുള്ള ആളുകൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതാണല്ലോ. BJPയുടെ തന്നെ ദേശീയ നേതാക്കളെയൊക്കെ നോക്ക്, അവരുടെയൊക്കെ മക്കളൊക്കെ എത്രയോ മുസ്ലിം പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ പെൺമക്കളെ എത്രയോ മുസ്ലിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഇങ്ങനൊന്നുമില്ല. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഈ ഒരു പരസ്പര സ്നേഹം എന്ന് പറയുന്നത് അത് ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു നോക്കി ജാതിയൊന്നും മനസ്സിലാക്കിയിട്ടൊന്നും അല്ല ഇതൊക്കെ ചെയ്യുന്നത്. രണ്ടുപേർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു, അവരൊരടുപ്പമായി, അവരൊന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു, വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് എന്തിനായത് ഒരു തെറ്റ് കാണുന്നത്? ഇനി ഇവരെ കൊണ്ടുപോയി കൊല്ലാൻ അങ്ങനാണോ ഇത് എന്നുള്ള രീതിയിലല്ലേ പറയുന്നത്? എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇന്നത്തെ കാലത്ത് അതങ്ങനെ നടക്കുന്ന കാര്യമാണോ? ഇത് മുഴുവൻ കള്ളത്തരമാണ്. അതായത് ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി നാളുകൾ സമാധാനപരമായിട്ട് നമ്മുടെ രാജ്യത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതില്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇവരെ ഭിന്നിപ്പിക്കണം, എന്നിട്ടൊരു ഭൂരിപക്ഷ വർഗീയത ഇവിടെ ഉണ്ടാക്കിയെടുത്ത് അവരെ ആ രീതിയിൽ ഒരു ഏകീകരണം, ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നിന്ന് വല്ല ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഇയാളൊക്കെ ഈ വിളിച്ചു പറയുന്ന കാര്യം. എന്തും മോശമാണെന്നറിയോ ഈ പറയുന്നത്? ഇയാളെ പോലല്ല, എന്നാലും മറ്റേ രണ്ടുപേരും ഇതേപോലെ പറഞ്ഞു. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഏതായാലും മുസ്ലിങ്ങൾ തീരുമാനിക്കും, ഡെപ്യൂട്ടി CM ആയിട്ട് ഉടനെ മുസ്ലിം ലീഗിലെ ആൾ വരും, 6 മന്ത്രിമാരെ മുസ്ലിം ലീഗ് കൊടുക്കും, അതാണ് ഇവർ തമ്മിലുള്ള ധാരണ എന്നൊക്കെ. ഇത് പറയുന്ന കേട്ടാൽ അയാളുടെ സാന്നിധ്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് തോന്നുമല്ലോ. ഈ രീതിയിലാണുള്ള വർത്തമാനമാണ്, തോന്നിവാസമാണ്. ഇത് ആലോചിച്ചുറച്ച് പറയുന്നതാണ്. ഇപ്പം ഇലക്ഷൻ അങ്ങോട്ട് അടുത്തു, നാളെ വരെ ഉള്ളൂ ഇനി പ്രചരണം. അങ്ങനെ വരുന്ന ഉടനെ അതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും കുളം കലക്കി മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയായി ചെയ്യുന്നത്. അതായത് മുസ്ലിം ലീഗ് ഇങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുള്ള രീതിയിലായി പറയുന്നത്.
ഈ വർഗത്തിനോട് മാത്രം ഇത്ര വൈരാഗ്യം എന്തോ മുസ്ലിങ്ങളോട്? യുവമാർക്കൊക്കെ അവർക്ക് വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കണം, അതാണ് കാര്യം. അങ്ങനെയുള്ള കുറുക്കൻ്റെ പണിയാണ് ഇവന്മാരെല്ലാം കാണിക്കുന്നത്, അല്ല വേറെ ഒന്നുമല്ല. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഓശാന പാടാനായിട്ട് വിജയരാഘവനും കൂടെ ഇറങ്ങിയേക്കുന്നു. ഇതേ വാചകങ്ങൾ തന്നെ അയാളും പറയുന്നു. തമ്മിൽ എന്ത് അടുപ്പമാണെന്ന് നോക്കിക്കോളൂ, നമ്മളൊന്ന് നോക്കിയാൽ മതി. BJP-യുടെ അതേ ശബ്ദമാണ് അയാൾക്കും. ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം എന്ന് പറയുന്ന ഒന്നില്ല, പക്ഷെ കുത്തിന് പിടിച്ചു നിർത്തി വാങ്ങിക്കും എന്നാണ്. മന്ത്രിസ്ഥാനം വാങ്ങിക്കുമെന്ന്. മന്ത്രിസ്ഥാനം ഉണ്ടെന്നോ അത് ലീഗിന് കൊടുക്കുമെന്നോ ആ ലീഗിന് വേണമെന്നോ അവരാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിർദ്ദേശവും മുമ്പോട്ട് വെക്കത്തില്ല, ഒരാവശ്യവും ഉന്നയിക്കത്തില്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. അന്നേരമാണ് വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ഈ മുസ്ലിങ്ങളെ ഉന്നം വെച്ചാണ് ഈ രീതിയിലുള്ള ഈ വർത്തമാനം നടക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ, നമ്മുടെ നാട്ടിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞാലും ഇവിടെ ആൾക്ക് ജീവിക്കണ്ടേ, അതൊന്ന് ചിന്തിക്കണ്ടേ. ഇപ്പം ഇങ്ങനൊരു സംസാരം ഇല്ലാതിരിക്കുന്നതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. അതൊന്നും ഇപ്പം ആരും നോക്കാത്തതാണ്. ഇപ്പം കൊത്തിയെടുത്ത് പൊക്കിക്കൊണ്ട് വന്നേക്കാണ് അവസാനത്തെ കൈയായിട്ട്. നോക്കാം, വേറെ ഒന്നുമില്ല. ഈ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയൊന്നും ഇവർക്ക് പറയാനില്ല, അതൊന്നുമല്ല ഇവർക്ക് വേണ്ടത്. ഇവർക്ക് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി അതുമൂലം ഈ UDF-ന് കിട്ടുന്നതോ അല്ലെങ്കിൽ LDF-ന് കിട്ടുന്നതോ ഉള്ള മേൽക്കോയ നശിപ്പിക്കണം. ഇതും കൂടി ഇവർക്ക് അങ്ങോട്ട് കൊടുക്കണം. കൊടുത്തേച്ചാൽ മതിയല്ലേ, എളുപ്പമല്ലേ. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കാര്യം എളുപ്പമാണല്ലോ. ഇവിടെ ഇവർക്ക് അധികാരം കിട്ടുമെന്നുള്ള വല്ല കാര്യമുള്ളതാണ്. അവിടെ ചിലപ്പോൾ ആരെങ്കിലും ഒരാളോ ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലെന്നിരിക്കും, എങ്ങാണം ഒരു സീറ്റ് എങ്ങാണം കിട്ടും, ചൊറിയും കുത്തിയോടെ പോയി ഇരിക്കാനല്ലേ ഒക്കുള്ളൂ. വല്ല കാര്യമുള്ളതാണോ? ഒന്നും നടക്കത്തില്ല. മിണ്ടാതിരിക്കാൻ ഒക്കെ ഒരു മൂല മാറി അവിടെ ഇരുന്നിട്ട് എണീറ്റ് പോവാം. ഇതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ, അതേ നടക്കുള്ളൂ. എന്നിട്ടാണ് ഈ വീമ്പിളക്ക് നീണ്ട വർത്തമാനം അങ്ങോട്ട് അടിച്ച് വിടുന്നത് ഇരുന്നുകൊണ്ട്. ലവ് ജിഹാദ് ഒരിക്കലും ഇല്ലാത്തതുപോലെ ഇയാളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് വന്നേക്കുക ലവ് ജിഹാദ്. യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കേണ്ടതാണ് ഈ കള്ളത്തരം വിളിച്ചു പറയുന്നതിന്. ഇല്ലാത്ത ഒരു കാര്യം ആണെന്ന് CBI പോലും, ഇവർ ഭരിക്കുന്ന ആണല്ലോ കേന്ദ്രം, ആ CBI പോലും റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനൊരു സംഭവം ഇല്ലെന്നാണ്. ആ റിപ്പോർട്ടും ഒക്കെ എടുത്ത് അങ്ങനെ ഉള്ളപ്പോഴാണ് എടുത്തു വെച്ച് ഈ അനാവശ്യം വിളമ്പുന്നത്. വളരെ മോശമാണ് ഇത്. കാരണം ഇലക്ഷൻ അടുക്കും തോറും ഇതുപോലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുക. ഇപ്പോൾ ലവ് ജിഹാദും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുക. അതും ഇനി ഇത് മാത്രമല്ല, FCRA എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഭേദഗതി വന്നല്ലോ. അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ആരെ നശിപ്പിക്കാനാ? ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനെ നശിപ്പിക്കാനല്ലേ, അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള പണിയല്ലേ. എന്നിട്ട് എന്തോന്നറിയാം, അവിടെ വന്നപ്പോൾ ഇവിടുന്ന് രാജീവ് ചന്ദ്രശേഖർ അവിടെ പോയി വിളിച്ചു പറഞ്ഞു, സംഭവം ഇവിടെ പ്രശ്നമാണ്, ഇത് ഇങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, സഭയൊക്കെ ഇത് വളരെ കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ആ ചർച്ച വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ഷൻ അങ്ങോട്ട് കഴിയട്ടെ, അതുവരെ ഇത് ഇടയ്ക്ക് വെക്കാം, വോട്ടുമൊക്കെ വാങ്ങിച്ച് പെട്ടിയിട്ടതിന് ശേഷം ഇനി നമുക്കിത് അങ്ങെടുക്കാം. ഇത് അവരെ കണ്ടുകൊണ്ട് തന്നെയാണ്, അത് അവരുടെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അജണ്ടയാണ് RSSൻ്റെ, അതവർ നടപ്പാക്കുകയും ചെയ്യും, അതിന് സംശയമൊന്നുമില്ല. ക്രിസ്ത്യാനികളെ സ്വത്ത് പിടിച്ചു പറിക്കാൻ തന്നെ അത് ചെയ്യാൻ പോകുന്നത്, അത് പിടിച്ച് എടുക്കുകയും ചെയ്യും. പക്ഷേ ഇത് കഴിയണം, ഈ ഇലക്ഷൻ വരെ അത് നിർത്തി വെച്ചേക്കുക. അതുകൊണ്ട് FCRAയുടെ കാര്യത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പേടിക്കുന്നവന്മാർ വിവരമില്ലാത്തവരാണെന്നൊക്കെ ഒരു മാന്യൻ ഇന്ന് വിളിച്ചു പറയുന്നത് കേട്ടു. ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇത് ബോധമില്ലാതെ വിളിച്ചു പറയുന്നതാണ്. 24 മണിക്കൂറും പള്ളി കയറി ഇറങ്ങും, അരമനെ കയറി ഇറങ്ങും, അവർക്ക് കേക്ക് കൊണ്ട് കൊടുക്കും, ഇതെല്ലാം ചെയ്യും വിശേഷ ദിവസങ്ങളിൽ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഉള്ള കൂടും കൊടുക്കുകയും കൂടെ പിടിച്ചു പറിക്കാനായിട്ട് ഉള്ള പരിപാടി നടത്തുന്നത്. അവർ സ്വത്ത് അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, വിദേശ സംഭാവന വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഈ നാടിന് ഒരുപാട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. അതുമൂലം അവർക്ക് മാത്രമൊന്നുമല്ല, സഭയ്ക്ക് മാത്രമൊന്നുമല്ല. കാരണം അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്, ആശുപത്രികൾ ഒരുപാടുണ്ട്. അതൊക്കെ സമൂഹത്തിനും കൂടെ വേണ്ടിയല്ലേ. അവർക്ക് പ്രയോജനം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സമൂഹത്തിനും ഇത് പ്രയോജനം ചെയ്യുന്നില്ലേ. അതില്ലാതാക്കാനും അത് പിടിച്ചു പറിക്കാനും ഉള്ള ഒരു മാർഗമാണ് ഇപ്പം നടക്കുന്നത്. അതിനകത്ത് വളരെ രസകരമാണ് ആ ഭേദഗതിയൊക്കെ ആലോചിച്ചാൽ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം അത് പാർലമെൻറ്റിൽ കിടക്കുന്ന ഒരു കാര്യമല്ലേ. ഏതായാലും ആ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ചർച്ച ഇപ്പം വേണ്ട, അങ്ങ് മാറ്റി. അത്യാവശ്യമായിട്ട് ചർച്ചയ്ക്ക് എടുക്കാൻ ഇരുന്നതാണ്, മാറ്റി. സംഭവം ഇത് തിരിച്ചടിക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ മാറ്റി. കാരണം ഈ ക്രിസ്ത്യാനികളെ എന്ത് ചെയ്താലും അവർ അനങ്ങത്തില്ല, അത് അവർക്കറിയാം.
അവിടെ പള്ളി പൊളിച്ചാലോ അല്ലെങ്കിൽ അവരെ കന്യാസ്ത്രീകളെ പിടിച്ച് ജയിലിട്ടാലോ ഒന്നും അവർ ആദ്യമൊക്കെ ആവുമെന്നൊക്കെ പറയും. എന്നാലും ആ ശരി എന്നും കുഴപ്പമില്ല, അതങ്ങനൊന്നും അല്ല, ഇതിങ്ങനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഇതിനകത്ത് പ്രശ്നമാണ്. ഇത് കഴിഞ്ഞാലും ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാലും ഉറപ്പായിട്ട് ആ ഇലക്ഷൻ അങ്ങോട്ട് കഴിയട്ടെ, അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഈ ബില്ലെടുക്കും, ചർച്ച നടത്തും, അവർക്ക് ഭൂരിപക്ഷമുണ്ട്, അത് പാസ്സാക്കി പോവുകയും ചെയ്യും. ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞേ, നമ്മുടെ ഈ നാട്ടിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം, മതസൗഹാർദ്ദം അത് തകർക്കാനുള്ള കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള കണക്ക് കൂട്ടിയുള്ള അറ്റംപ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാലും ജനങ്ങൾ തമ്മിൽ കാണേണ്ടവരല്ലേ എന്ന് ഈ നേതാക്കന്മാരെന്ന് പറയുന്നവരൊന്ന് ആലോചിക്കണ്ടേ? അത് ആലോചിക്കണം.